ഈശോയുടെ നാമം ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ കൊണ്ട് നമ്മൾ പറയപ്പെടും. നമുക്കറിയാം ഈശോയുടെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുക. അപ്പസ്തോല പ്രവർത്തനം 4:30-31 വചനങ്ങളിൽ അപ്പസ്തോലന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി മാനസാന്തരങ്ങളും സംഭവിക്കാൻ നിങ്ങളുടെ വലത് കൈ നീട്ടാണ്. ഈശോയുടെ നാമത്തിൽ ഇത് ചെയ്യണമെന്നാണ്. അവരങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ അവർ നിന്ന സ്ഥലം കുലുങ്ങി. അവരുടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവാണ്. ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയുടെ നാമം ഇങ്ങനെ ഈ ഹെസിക്കാസം പ്രെയർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം നിറയാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നിറയും. ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. ഓരോ ശ്വാസത്തിലും കാറ്റ് പരിശുദ്ധാത്മാവാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ ഇങ്ങനെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. 37-ാമത്തെ അധ്യായത്തിൽ ജീവശ്വാസമായി ലോകത്തിന്റെ 4 അതിരുകളിൽ നിന്ന് ഈ നിഹിതന്മാരുടെ മേൽ ആഞ്ഞടിക്കണമേ എന്ന് ഈ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവശ്വാസമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിറയപ്പെടുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പിന്നെ ശക്തി പ്രാപിക്കാം.